കേരളത്തിൽ കാലവർഷം കനക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ മലനാടിന്റെ മനസ്സ് പ്രാർത്ഥനകളാൽ നിറയും. പ്രകൃതി ഭംഗി തുളമ്പുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ മഴയെന്നത് ഒരു അനുഗ്രഹമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതൊരു വലിയ ഭീതിയുടെ ഒരു തുടക്കമാണ്. 2018-ലെയും 2019-ലെയും മഹാപ്രളയങ്ങളും അതിനുശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും മലയാളിക്ക് നൽകിയ ആഘാതം ചെറുതല്ല. ഈ പശ്ചാത്തലത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ കേരള ജനതയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരൊറ്റ വിഷയമേ ഉള്ളൂ. അത് മുല്ലപ്പെരിയാർ ഡാമാണ്. സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളിലും ഈ സമയത്ത് വ്യാപ്തമേറിയ ചർച്ചകളും ആശങ്കകളും നിറയുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഒരു അണക്കെട്ട് ഇത്രയധികം ഭയം ഉയർത്തുന്നത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ ചരിത്രം? ശാസ്ത്രീയമായ വശങ്ങളും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഒരു സാധാരണ അണക്കെട്ടല്ല. 125-ലധികം വർഷത്തെ പഴക്കമുള്ള ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ അവസ്ഥയിലുള്ള ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണിത്. തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് ജീവനാഡിയായി വെള്ളം നൽകുന്ന ഈ ഡാം കേരളത്തിലെ 5 ജില്ലകളിലായി താമസിക്കുന്ന 35 ലക്ഷത്തിലധികം മനുഷ്യരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരു ടൈം ബോംബ് കൂടിയാണ്. വെള്ളം തമിഴ്നാടിന് സുരക്ഷ, കേരളത്തിന് എന്ന മുദ്രാവാക്യം വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള വിലാപമാണ്. മഴ പെയ്യുമ്പോൾ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നതുമെല്ലാം മലയാളിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചരിത്രത്തിന് ബ്രിട്ടീഷ് അധിനിവേശ കാലത്തോളം പഴക്കവുമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിൽ മദ്രാസ് പ്രവിശ്യയുടെ തെക്കൻ ജില്ലകളായ മധുര, രാമനാഥപുരം, തിരുനെൽവേലി തുടങ്ങിയ പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയും ക്ഷാമവും നേരിടുകയായിരുന്നു. കർഷകർ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു. ഈ സമയത്താണ് പടിഞ്ഞാറോട്ട് ഒരു അറബിക്കടൽ പതിക്കുന്ന പെരിയാറ്റിലെ സമൃദ്ധമായ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിട്ട് വരണ്ട മണ്ണിലേക്ക് എത്തിക്കുക എന്ന ആശയം ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ മുന്നോട്ട് വെക്കുന്നത്. പെരിയാറും അതിന്റെ പ്രധാന പോഷക നദിയായ മുല്ലയാറും സംഗമിക്കുന്ന ഇടുക്കിയിലെ പീരുമേട് താലൂക്കിൽപ്പെട്ട വനമേഖല അണക്കെട്ട് നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്തു. ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ ആയിരുന്ന മേജർ ജോൺ പെനിക്കുക്കിന്റെ നേതൃത്വത്തിൽ 1887-ൽ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. കാടും മലയും നിറഞ്ഞ വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്ന, മലേറിയ പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിച്ചിരുന്ന ആ പ്രദേശത്ത് പണി നടത്തുക എന്നത് ദുഷ്കരമായിരുന്നു. പ്രകൃതിയുടെ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് പണി പുരോഗമിക്കുന്നതിനിടയിൽ ഒരു കനത്ത പ്രളയത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന തടയണ ഒലിച്ചുപോയി. ഇതോടെ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയുള്ള ഫണ്ട് നിർത്തലാക്കി. എന്നാൽ തോറ്റുകൊടുക്കാൻ പെനിക്കുക്ക് തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയും തന്റെ കുടുംബ സ്വത്തുക്കളും ഭാര്യയുടെ ആഭരണങ്ങളും വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്തു. ആ പണവുമായി തിരികെ എത്തി 1895-ൽ അദ്ദേഹം അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇന്നത്തെ കോൺക്രീറ്റ് അണക്കെട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി സുർക്കി മിശ്രിതം, അതായത് ചുണ്ണാമ്പ്, കടുക്ക, ശർക്കര, കരിങ്കൽ പൊടി എന്നിവ ചേർത്തുള്ള മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ഡാം പണിതിരിക്കുന്നത്. 1200 അടി നീളവും 176 അടി ഉയരവുമുള്ള ഈ അണക്കെട്ട് അന്നത്തെ കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു. 50 വർഷത്തെ ആയുസ് മാത്രം പ്രതീക്ഷിച്ച് നിർമ്മിച്ച ഈ ഘടനയാണ് ഇന്നൊരു നൂറ്റാണ്ടിലേറെ പിന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുടെ എല്ലാം വേരുകൾ കിടക്കുന്നത് 1886 ഒക്ടോബർ 29-ന് ഒപ്പുവെക്കപ്പെട്ട പെരിയാർ പാട്ടക്കരാറിലാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് ഈ കരാർ ഒപ്പിട്ടത്. തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ വി രാമയ്യങ്കരും മദ്രാസ് പ്രവിശ്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പ്രസിഡന്റ് ജോൺ ചീഫ് മാസ്റ്റർ ചാർട്ടേഴ്സും കരാറിൽ ഒപ്പുവെച്ചു. തിരുവിതാംകൂറിന് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ബ്രിട്ടീഷ് സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മഹാരാജാവിന് ഈ കരാർ അംഗീകരിക്കേണ്ടി വന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ കേട്ടാൽ ഇന്ന് ആർക്കും അത്ഭുതവും ഞെട്ടലും തോന്നും. അണക്കെട്ടിനും ജലാശയത്തിനുമായി ഏകദേശം 8000 ഏക്കർ ഭൂമിയാണ് 999 വർഷത്തേക്ക് മദ്രാസ് പ്രവിശ്യയ്ക്ക് പാട്ടത്തിന് നൽകിയത്. ഇതിന് പകരമായി പ്രതിവർഷം ഏക്കറിന് 5 രൂപ വീതം തിരുവിതാംകൂറിന് നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. ഡാമിലെ വെള്ളത്തിന്മേലുള്ള പൂർണ്ണമായ അവകാശവും അത് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശവും മദ്രാസിന് നൽകപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന പുനഃസംഘടന നടന്നപ്പോൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം കേരളത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ 1970-ൽ അന്നത്തെ കേരള സർക്കാർ ഈ കരാർ പുതുക്കുക എന്ന വലിയ അബദ്ധം കാണിച്ചു. പാട്ടത്തുക നേരിയ തോതിൽ വർദ്ധിപ്പിച്ചതൊഴിച്ചാൽ തമിഴ്നാടിന്റെ കുത്തക അവകാശം നിലനിർത്താൻ ഈ പുതുക്കൽ കാരണമായി. ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് പഴയൊരു നാട്ടുരാജ്യവും കേരളം ഈ ഭരണാധികാരികളും തമ്മിലുള്ള കരിനിയമം ഇപ്പോഴും തുടരുന്നു എന്നതും വലിയൊരു നിയമവൈരുദ്ധ്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് കേരളം ഉന്നയിക്കുന്ന ആശങ്കകൾ വെറും വൈകാരികമല്ല, മറിച്ച് പൂർണ്ണമായും ശാസ്ത്രീയമാണ്. അണക്കെട്ടിന്റെ ഘടനയും അതിന്റെ നിലവിലെ അവസ്ഥയും കുറിച്ചുള്ള പ്രധാന സാങ്കേതിക വശങ്ങൾ ഇവയാണ്. കോൺക്രീറ്റ് ഡാമുകൾക്കുള്ളതുപോലെ ഒരു ആന്തരിക ബലം സുർക്കി ഡാമുകൾക്കില്ല. ഒരു നൂറ്റാണ്ടിലേറെ കാലം വെള്ളത്തിനടിയിൽ കിടന്നത് മൂലം സുർക്കി മിശ്രിതത്തിലെ പ്രധാന ഘടകമായ ചുണ്ണാമ്പ് വൻതോതിൽ ഒലിച്ചുപോയിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അണക്കെട്ടിന്റെ ഉള്ളിൽ വലിയ സുഷിരങ്ങളും ബലക്കുറവും ഉണ്ടാക്കുന്നു. ഏതൊരു ഗ്രാവിറ്റി അണക്കെട്ടിലും ചെറിയ തോതിൽ വെള്ളം ചുവന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലെ ചോർച്ചയുടെ അളവ് പലപ്പോഴും അനുവദനീയമായ പരിധിക്ക് അപ്പുറത്താണ്. തമിഴ്നാട്
സർക്കാർ ഡാമിന്റെ ഉപരിതലത്തിൽ സിമന്റ് ഗ്രൗണ്ടിന് നടത്തി ചോർച്ച താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഡാമിന്റെ ആന്തരിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഡാം സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകൾ ഭൂകമ്പ സാധ്യത കൂടിയായ സോൺ 3 പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് റിക്ടർ സ്കെയിലിൽ 3-നും 5-നും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തി നിരവധി നേരിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. 1979 ഉണ്ടായ ഭൂചലനത്തിന് ശേഷമാണ് ഡാമിൽ ആദ്യമായി വലിയ വിള്ളലുകൾ കണ്ടെത്തിയതും. IIT റൂർക്കി നടത്തിയ പഠനമനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരും. സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലങ്ങളിൽ മുല്ലപ്പെരിയാർ നേരിടുന്ന വെല്ലുവിളികൾ ഇരട്ടിയാണ്. പശ്ചിമഘട്ടത്തിലെ കനത്ത മഴ നേരിട്ട് പതിക്കുന്നത് ഈ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലാണ്. പെട്ടെന്ന് ഉയരുന്ന ജലനിരപ്പ്. കനത്ത മഴ പെയ്യുമ്പോൾ ഡാമിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ ആയിരക്കണക്കിന് ഘടനയായി വർദ്ധിക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ ഡാമിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ ആയിരക്കണക്കിന് ഘനയടിയായി വർദ്ധിക്കും. എന്നാൽ തമിഴ്നാട് നിർമ്മിച്ചിട്ടുള്ള കനാലുകളുടെയും തുരങ്കങ്ങളിലൂടെയും പരമാവധി സെക്കൻഡിൽ 2000 മുതൽ 2500 ഘനയായി വെള്ളം മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ബാക്കി വരുന്ന വെള്ളം ഡാമിൽ തന്നെ സംഭരിക്കപ്പെടുമ്പോൾ ജലനിരപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തോതിൽ ഉയരുന്നു. ജലനിരപ്പ് സുപ്രീം കോടതി നിശ്ചയിച്ച് 142 അടിയിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ അർദ്ധരാത്രികളിൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതും പതിവാണ്. ഇത് പെരിയാറിന്റെ തീരത്തുള്ള വണ്ടൻമേട്, ചപ്പാത്ത്, ഉപ്പുതറ, മഞ്ചുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുക. വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾക്ക് ജീവനും കൊണ്ട് ക്യാമ്പുകളിലേക്ക് ഓടേണ്ടി വരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മേഘവിസ്ഫോടനങ്ങളും പ്രധാനമാണ്. ആഗോളതാപനം മൂലം കേരളത്തിലെ മഴയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പെയ്യുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പെയ്യുന്ന തീവ്രമായ മഴയാണ്. മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്ത് ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ അണക്കെട്ടിന് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ മടങ്ങ് വെള്ളം മിനിറ്റുകൾക്കുള്ളിൽ ഒഴുകിയെത്തും. ഇത് ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാം. ഇത് ഡാം തകരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾക്കും അപ്പുറമായിരിക്കും. ഒരു പ്രളയമല്ല, മറിച്ച് മധ്യ കേരളത്തെ തുടച്ചു നീക്കുന്ന ജലപ്രളയമായിരിക്കും അത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ ജനങ്ങൾ ഇത് നേരിട്ട് ബാധിക്കും. ഏതാണ്ട് 35 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനാണ് അപകടത്തിലാകുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഒത്തുചേരുന്നത് കേരളത്തിന്റെ ജീവനാഡിയായ ഇടുക്കി അണക്കെട്ടിലേക്കാണ്. ഇടുക്കി ഡാമിന് വലിയ സംഭരണശേഷി ഉണ്ടെങ്കിലും മുല്ലപ്പെരിയാർ തകർന്നാൽ ഉണ്ടാകുന്ന വലിയ ജലപ്രവാഹത്തോടൊപ്പം ഒഴുകി വരുന്ന ലക്ഷക്കണക്കിന് ടൺ കല്ലും മണ്ണും അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന്റെ ഘടനയെ ബാധിക്കാം. കൂടാതെ ഇടുക്കി ഡാം അപ്പോൾ തന്നെ പരമാവധി ജലനിരപ്പാണെങ്കിൽ ആഘാതം താങ്ങാനാവാതെ വരും. ഇടുക്കി ഡാമും കടന്നു വരുന്ന വെള്ളം പെരിയാറിലൂടെ ഒഴുകി ആലുവ, പറവൂർ, കൊച്ചി നഗരങ്ങളെ പൂർണ്ണമായും മുക്കും. കേരളത്തിന് നട്ടലായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി തുറമുഖം, പ്രമുഖ വ്യവസായശാലകൾ, ഇൻഫോ പാർക്ക് എന്നിവയെല്ലാം വെള്ളത്തിനടിയിലാകും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇതോടെ തകരും. ഇന്ന് മുല്ലപ്പെരിയാർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങളും പാനിക് അന്തരീക്ഷവുമാണ്. മഴക്കാലം തുടങ്ങുന്നതോടെ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അണക്കെട്ടുകൾ ഉടൻ പൊട്ടുമെന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിറയും. ഗ്രാഫിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളും മറ്റ് രാജ്യങ്ങളിലെ ഡാം തകരുന്ന ദൃശ്യങ്ങളും മുല്ലപ്പെരിയാറിൻ്റെതാണെന്ന പേരിൽ പ്രചരിപ്പിക്കാറുണ്ട്. ഇത്തരം പ്രചാരണങ്ങൾ മലയോര മേഖലകളിലെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും ചെറുതല്ല. ഭയം കാരണം രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ, പള്ളികളിലെ മണികളൊച്ച കേൾക്കുമ്പോൾ ഡാം പൊട്ടിയെന്ന് കരുതി കുട്ടികളുമായി മലമുകളിലേക്ക് ഓടുന്ന ജനങ്ങൾ, ഇതൊക്കെ കേരളം കണ്ട കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലെ അതിശയോക്തി കലർന്ന വാർത്തകൾ യഥാർത്ഥ പ്രശ്നത്തിന്റെ ഗൗരവം കുറയ്ക്കുകയും ജനങ്ങളെ അനാവശ്യ ഭീതിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഭീതിയെല്ലാം വെറും വ്യാജമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സർക്കാരിനും കഴിയില്ല. കാരണം ഭയത്തിന് പിന്നിലെ കാരണം യഥാർത്ഥമാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ തർക്കം പതിറ്റാണ്ടുകളായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. രണ്ട് സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങളും വാദങ്ങളും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ പ്രതിസന്ധിക്ക് ഒരേ ഒരു ശാശ്വത പരിഹാരം മാത്രമേ ഉള്ളൂ: പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക, പഴയത് ഡീകമ്മീഷൻ ചെയ്യുക. നിലവിലുള്ള അണക്കെട്ടിന് താഴെയായി കേരളത്തിന്റെ പരിധിയിൽ പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക. ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനും പരിസ്ഥിതി അനുമതികൾ വാങ്ങാനും കേരളം തയ്യാറാണ്. നിർമ്മാണ ചെലവ് കേരളം തന്നെ വഹിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. പുതിയ ഡാം നിർമ്മിച്ചാലും തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൃത്യമായി നൽകുമെന്ന് നിയമപരമായ കരാറിലൂടെ ഉറപ്പ് നൽകുക. ഇതിലൂടെ തമിഴ്നാട്ടിലെ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാനും കഴിയും. സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരെയോ ഉൾപ്പെടുത്താതെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിക്ഷേപ്തരായ ഡാം വിദഗ്ധരെ കൊണ്ട് അണക്കെട്ടിന്റെ ഘടനാപരമായ ബലം പരിശോധിപ്പിക്കുക. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കുക. മുല്ലപ്പെരിയാർ എന്നത് കേവലം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമോ ജലതർക്കമോ അല്ല. അത് മാനുഷികമായ ഒരു വലിയ പ്രശ്നമാണ്. ഒരു വശത്ത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൃഷിയും കുടിവെള്ളവും ജീവനോപാധിയും, മറുവശത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സുരക്ഷയും. ഇതിൽ ജീവനാണ്
ഇതിനാണ് എപ്പോഴും പ്രഥമ പരിഗണന നൽകേണ്ടതും. പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കാലഘട്ടത്തിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. അപകടം സംഭവിച്ചതിന് ശേഷം കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ തടയുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ മധ്യസ്ഥതയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ദീർഘവീക്ഷണത്തോടെ ചർച്ച ചെയ്തൊരു പുതിയ അണക്കെട്ടിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഓരോ മഴക്കാലത്തും കേരള ജനതയുടെ മനസ്സിൽ ഉയരുന്ന ആ നെഞ്ചെടുപ്പ് ശാശ്വതമായി നിർത്താൻ കഴിയും. ശാസ്ത്രവും മനുഷ്യത്വവും ഒത്തുപോകുന്ന ഒരു പരിഹാരമാണ് മുല്ലപ്പെരിയാറിൽ ഇനി ഉണ്ടാകേണ്ടത്.